ഇതുപോലൊരു കണ്ണാടി നിങ്ങൾ എടുത്തോളൂ. നിങ്ങളുടെ ഫേസ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. പിഗ്മെൻറ്റേഷൻ ഉണ്ടോ എന്നുള്ളത്. അതായത് മുഖത്തെല്ലാം ചെറിയ സ്പോട്ടുകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മളെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് സമയം വെയിൽ കൊള്ളുമ്പോഴോ നമ്മളുടെ ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ PCOD പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ സ്കിന്നിൽ പലതരത്തിലുള്ള ഡാമേജുകൾ വന്നിടും. അപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം, അതായത് കവിളിൻ്റെ രണ്ട് സൈഡിൽ, മൂക്കിൽ, നെറ്റിയിൽ, താടി ഇവിടെയെല്ലാം ചെറിയ ഡോട്ട് ഡോട്ടായിട്ട് വരും. പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജൊക്കെ ഒരു 40 കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡും പിഗ്മെൻറ്റേഷൻ വരും. അപ്പോൾ നമ്മുടെ പഴയ ആൾക്കാരെല്ലാം പറയും ദോഷ സമയം കൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത്. അതൊന്നുമല്ല. ദോഷ സമയവും നല്ല സമയമൊന്നും അല്ല. സ്കിന്നിന് വരുന്ന ഡാമേജ് കൊണ്ടാണ് ഈ പിഗ്മെൻറ്റേഷൻ ഇങ്ങനെ കാണുന്നത്. എനിക്കും ഈ രണ്ട് സൈഡും ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഞാനും വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഹെൽമെറ്റ് വയ്ക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതാണ്. ഞാൻ എന്നിട്ട് പല ഡോക്ടറെയും കാണിച്ചപ്പോഴത്തേക്കാണ് ഡോക്ടർ പറഞ്ഞത് ഈ പിഗ്മെൻറ്റേഷൻ വരുന്നത് ചെറിയ സ്പോട്ടുകളായിട്ടും ചെറിയ കളർ വ്യത്യാസം സ്കിന്നിൽ വരുമ്പോഴാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യുക. നമുക്ക് ഏജൊക്കെ കൂടി വരുമ്പോൾ ഹോർമോൺ ഇംബാലൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഇത് ചെറുതായിട്ടുള്ളപ്പോൾ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഫേസ് നിറയെ കാണാം. ചില ലേഡീസിൻ്റെയൊക്കെ ഫേസ് കാണത്തില്ലേ, ഇവിടെ എല്ലാം നല്ല നല്ല വെളുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ രണ്ട് കവിളിലും ഈ സൈഡെല്ലാം നല്ല ഡാർക്കായിട്ടിരിക്കും. അതുപോലെ നെറ്റിയിലുണ്ടാവും, മൂക്കിലുണ്ടാവും, ഇവിടെ ഉണ്ടാവും. അങ്ങനെ കുറേ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ വരും. ഈ പിഗ്മെൻറ്റേഷൻ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അതുപോലെ നമ്മൾ വെയിലത്ത് ഇറങ്ങുമ്പോഴാണെങ്കിൽ മാക്സിമം സൺസ്ക്രീൻ ഉപയോഗിക്കുക. എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞത് സൺസ്ക്രീൻ ഉപയോഗിക്കുക. എവിടെ നമ്മൾ പുറത്തിറങ്ങണമെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാതെ ഇറങ്ങരുത്. സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഭയങ്കര ഡാർക്ക് ആവത്തില്ല. പക്ഷേ എനിക്ക് കളറ് പെട്ടെന്നല്ല, കുറേശ്ശെ ഈ രണ്ട് സൈഡും ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. നിശേഷം മാറിയിട്ടില്ല. ഇതാ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ, ഈ സൈഡിലും നിശേഷം മാറിയിട്ടില്ല. അത് നമ്മൾ കുറേ ദിവസം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ ഡോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ അത് ഒരു സ്കിന്നിൻ്റെ ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്ന് പറയണത്. നമ്മൾ ചെറിയതൊക്കെ വരുമ്പോഴത്തേക്ക് നാട്ടിൻപുറത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലിൽ അങ്ങ് നിൽക്കും. പക്ഷേ അതങ്ങനെ നിൽക്കരുത്. ഇപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ തന്നെ ആണെങ്കിൽ കൂടിയും നമ്മുടെ വീട്ടിലുള്ള ഈ മഞ്ചിഷ്ട പൗഡർ ഉണ്ടല്ലോ, അങ്ങാടിക്കടയിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. മഞ്ചിഷ്ട പൗഡറും പിന്നെ തൈരും ഒരല്പം ഹണിയും കൂടി ഒഴിച്ച് ഒരു പേസ്റ്റ് ആക്കിയിട്ട് ആഴ്ചയിൽ ഒരു 2-3 ദിവസം നമുക്കിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാവും. പിന്നെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അവരൊരു ഓയിൽമെൻറ്റ് തരാം. ആ ഓയിൽമെൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയും മാറും. ഇപ്പം നമ്മൾ എങ്ങും പോയില്ല, ഡോക്ടറെ കാണിച്ചില്ല എങ്കിൽ പോലും നമുക്ക് ഈ മഞ്ചിഷ്ട പൗഡർ നമുക്ക് ഇങ്ങനെയുള്ള കരിമംഗല്യത്തിന്, അതായത് പിഗ്മെൻറ്റേഷന് ഏറ്റവും ബെസ്റ്റ് മരുന്നാണ്. അത് തൈരും ഹണിയും കൂടെ ചേർത്ത് ഒന്ന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ആദ്യം ഞാൻ ഓയിൽമെൻറ്റ് ഇട്ടായിരുന്നു. ഓയിൽമെൻറ്റ് ഇട്ടിട്ട് പിന്നെ എനിക്ക് വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. അത് കറക്റ്റ് നമ്മൾ ഏതാണെങ്കിലും കറക്റ്റ് ചെയ്യണം കേട്ടോ. കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ മഞ്ചിഷ്ട പൗഡർ ആഴ്ചയിൽ 1-2 ദിവസം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ എനിക്കൊന്ന് കളറ് മാറി വരുന്നുണ്ട്. മൂക്കിലൊക്കെ ഉണ്ടായിരുന്ന ഡോട്ട് പോലെ. പക്ഷേ വെളുത്ത ഫേസ് ആണെങ്കിൽ അത് നന്നായിട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിഗ്മെൻറ്റേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണിൻ്റെ ടെസ്റ്റുകളും കറക്റ്റ് ചെയ്യുക. ഹോർമോൺ ഇൻബാലൻസ് കൊണ്ടും നമുക്കിത് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്കിത് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഹോർമോൺ ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിനും എക്സസൈസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം ഇതിൻ്റെ കൂടെ തന്നെ. ഇപ്പോൾ എപ്പോഴും നമ്മുടെ സ്കിന്നിന് വരുന്നത് നമ്മുടെ പുറമേ ഉള്ള ഒരിതുകൊണ്ടല്ല, ഉള്ളിലുള്ള പല അസുഖത്തിൻ്റെ ഒരു തുടക്കമായിട്ടാണ് നമ്മുടെ സ്കിന്നിൽ ഇതെല്ലാം ആദ്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അപ്പോൾ തന്നെ അതിന് വേണ്ട സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്കിതിനെയെല്ലാം ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്.
ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റും താഴെ അറിയിക്കണം.